അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ചിത്രം വരയ്ക്കുകയാണ്. നമുക്ക് എത്രത്തോളം എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് വരയ്ക്കുന്നത്. ഇതിൽ ജസ്റ്റ് ഒന്ന് ഒരു പിക്ക് വരച്ച് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഡ്രോ ചെയ്യണതാണ്. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് IbisPaint-ന എന്ന് പറയുന്നത്. മോസ്റ്റ് ഫങ്ഷൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. റാസ്റ്റർ ആപ്ലിക്കേഷൻ ആണ്. ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈലില് റാസ്റ്റർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റാസ്റ്റർ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് IbisPaint-ന എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു വിൻഡോസ് അല്ലെങ്കിൽ PC വേർഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗൂഗിളിലേക്ക് പോവുകയാണ്. ഞാൻ ഇതിൽ IbisPaint-X എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാണ്. IbisPaint-X എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം IbisPaint-Xന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. ഈ രണ്ടാമത് കാണുന്നതാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഫാൻ ആർട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഈ കാണുന്നത്. അതിലിവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു വിൻഡോയിലേക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിൽ ഒരുപാട് വേർഷൻസ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് അനുസരിച്ച് ഒരുപാട് വേർഷൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസ്, ഐഫോൺ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ്, അങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഞാൻ ട്രയൽ വേർഷനിലേക്ക് ക്ലിക്ക് ചെയ്തു. അപ്പൊ ഗെറ്റ് ഇൻ ടു സ്റ്റോർ ആപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ വിൻഡോസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മൈക്രോസോഫ്റ്റ് സ്റ്റോർ ആയിരിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യും. മൈക്രോസോഫ്റ്റ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾ പിന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നൊക്കെ അടിച്ച് കയറുക. മറ്റേ IbisPaint-X കാണുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്താൽ അത് ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ വേറൊരു വേ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർട്ടിൽ പോയിട്ട് ജസ്റ്റ് മൈക്രോസോഫ്റ്റ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേ സ്റ്റോർ വന്നിട്ടുണ്ട്. ആ സ്റ്റോർ വന്നു കഴിഞ്ഞാൽ അതിന് സെർച്ചിൽ പോയിട്ട് ഞാൻ IbisPaint-X എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. IbisPaint എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ വരും. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാളേഷൻ കൊടുത്തിട്ടുണ്ട്. സോ അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തിനാണ് ഞാൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണിച്ചതെന്ന് വെച്ചാൽ കുറച്ച് ഡീറ്റെയിൽസ് പറയാനാണ്. ഇതിൽ കണ്ടോ, ഡൗൺലോഡ് ഓൺ ദി മൈക്രോസോഫ്റ്റ് സ്റ്റോർ ട്രയൽ വേർഷൻ ആണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ തിരക്കുന്നത് ഇതൊരു ഫ്രീ വേർഷൻ ആണോ അല്ലെങ്കിൽ പെയ്ഡ് വേർഷൻ ആണോ എന്നൊക്കെയാണ്. അതെ, പെയ്ഡ് വേർഷൻ ആണ് ആക്ച്വലി. പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ആ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നതിന് മുമ്പ് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് സിസ്റ്റത്തിന് വേണ്ടത് എന്നുള്ളതാണ്. വിൻഡോസ് 10 അല്ലെങ്കിൽ 11 ആയിരിക്കണം. റാം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 GB അല്ലെങ്കിൽ 4 GB ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഡിസ്പ്ലേ സൈസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ഫോർമാറ്റ്സ് BMP, അതുപോലെ തന്നെ JPEG, PNG, TIFF ഫയല്, PSD, IPV. പിന്നെ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന ഫോർമാറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, PSD-ലൊക്കെ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ വിൻഡോസ് വേർഷനിൽ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ട്രയൽ വേർഷൻ ആണ്. 1 hour ആണ് പെർ ഡേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അതായത് 1 മണിക്കൂറാണ് ഒരു ദിവസം നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അഡ്വർടൈസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ബേസിക് ഫീച്ചേഴ്സ് ആണ് കിട്ടുക. ഓക്കെ, ഇനി പ്രോ ആഡ് ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് 1 ടൈം നമുക്ക് ഇത് പേയ്മെന്റ് ചെയ്താൽ മതി. പക്ഷെ എല്ലാ ഓപ്ഷൻസും കിട്ടില്ല. കാരണം ഏകദേശം 19 അല്ലെങ്കിൽ $20 വരുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു 1200 അടുത്ത് പൈസ കൊടുത്തിട്ട് നമ്മൾ ഈ പ്രോ ആഡ് ഓൺ എന്ന് പറഞ്ഞൊരു വേർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂസേജ് ടൈം 1 ഹവറിൽ നിന്നും അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും. അഡ്വർടൈസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് കിട്ടും. പ്രോ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ റീ ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അതുകൂടാതെ പ്രൈം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ കൊടുത്തിട്ടില്ല, കമ്മിങ് സൂൺ ആണ്. അതിനുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ എല്ലാ ഓപ്ഷൻസും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പ്ലസ് ക്ലൗഡ് സ്റ്റോറേജ് 20 GB നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കമ്പാരിസൺ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഞാനിത് ക്ലോസ് ചെയ്യാം കേട്ടോ. നമ്മൾ ആ ഒരു IbisPaint-X ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്യാണ്. ബാക്കിയൊക്കെ ഞാൻ ക്ലോസ് ചെയ്ത് കളയാം കേട്ടോ. ഞാൻ ഫുൾ സ്ക്രീനിലേക്ക് ആക്കി സ്റ്റാർട്ട് ആപ്പ് കൊടുക്കുകയാണ്. അതെ, ഗ്രീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് അറിയാം. ഞാൻ 10 കൊടുക്കുകയാണ്. ഫ്രീ ട്രയൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ എനിക്ക് വലിയൊരു പോരായ്മയായിട്ട് തോന്നിയതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടും രണ്ടും ഒരുമിച്ച് തോന്നിയതെന്ന് വെച്ചാല് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ GB ഇന്റർഫേസ് തന്നെ കണ്ടാൽ അറിയാം. നമ്മൾ മൊബൈൽ അല്ലെങ്കിൽ ടാബ്ലറ്റിൽ യൂസ് ചെയ്യുന്ന സെയിം ഇന്റർഫേസ് ആണ്. അതേ മിനിമൽ ആയിട്ടുള്ള ഇന്റർഫേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, യാതൊരു മാറ്റം അതിൽ കൊണ്ടുവന്നിട്ടില്ല. ഇനി ടൂൾസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ മൈ ഗാലറി നോക്കുമ്പോൾ യാതൊരു വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാനത് ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് 9:6 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈസ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്ററിലൊക്കെ ഒരു ക്യാൻവാസ് സൈസ് ആണ്. അപ്പൊ അതായത് നമ്മുടെ വർക്കിംഗ് ഏരിയ അല്ലെ വർക്ക് സ്പേസിൽ വരുമ്പോൾ മാറ്റങ്ങളൊന്നും കാണിക്കുന്നില്ല.
നമുക്ക് നോക്കാം. മെനു ബാർ നോക്കാം. റെഫറൻസ് വിൻഡോ, ഗ്രിഡ് ആയ ഓപ്ഷൻസ് ഒക്കെയാണ് സെലക്ഷൻസിന്റെയും. അതുപോലെ തന്നെ സ്റ്റെബിലൈസ്, ഫോഴ്സ് ഫെയ്ഡ്, സെയിം നമ്മളുടെ മൊബൈലൊക്കെ കിട്ടുന്ന വേർഷന്റെ സെയിം ഇന്റർഫേസ്, യാതൊരു മാറ്റവും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് എടുത്ത് നോക്കാം. ഡിപ്പെൻഡ് സോഫ്റ്റ്വെയർ ബ്രഷ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് വരയ്ക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഞാൻ ആ ബ്രഷ് എടുത്ത് ക്യാൻവാസിൽ ജസ്റ്റ് ഒന്ന് വരച്ചപ്പോ ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പോപ്പപ്പ് വിൻഡോ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ക്യാൻവാസ് നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ക്യാൻവാസ് നമുക്ക് പാൻ ചെയ്യണമെങ്കിൽ ഷോർട്ട് കട്ട്, പുതിയ ഷോർട്ട് കട്ട്സ് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളൊരു മോണിറ്റർ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്രാഫിക് ടാബ്ലറ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും സ്റ്റൈലസ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ ആ സ്റ്റൈലസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ കീബോർഡിൽ സ്പേസ് ബാർ അമർത്തിക്കൊണ്ട് നിങ്ങളുടെ സ്റ്റൈലസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പാൻ ചെയ്യാൻ പറ്റും. എങ്ങോട്ട് വേണമെങ്കിലും പാൻ ചെയ്തെടുക്കാൻ പറ്റും. അതായത് മൂവ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനിൽ നിങ്ങൾക്ക് പാൻ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾ മൗസ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ സ്പേസ് ബാർ അമർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ആ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൂം ഇൻ ചെയ്യുക അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്യുക ക്യാൻവാസിൽ. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പെൻ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നവരാണെങ്കിൽ ഓൾട്ട് പ്ലസ് സ്പേസ് ബാർ അമർത്തിക്കൊണ്ട് നിങ്ങളുടെ ആ ഡിജിറ്റൽ പെൻ അല്ലെങ്കിൽ സ്റ്റൈലസ് അപ്പ് അല്ലെങ്കിൽ ഡൗൺ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂം ഔട്ട് സൂം ഇൻ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് മൗസ് യൂസേഴ്സ് ആണെങ്കിൽ നേരിട്ട് നമുക്ക് ആ സ്ക്രോൾ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് സൂം ഔട്ട് സൂം ഇൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യാൻ. ക്യാൻവാസ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്റ്റൈലസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് സ്പേസ് അമർത്തിക്കൊണ്ട് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാം. നേരെ മറിച്ച് മൗസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് സ്ക്രോൾ ബട്ടൺ ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഷോർട്ട് കട്ട് ബെറ്റർ ആയിട്ട് തോന്നിയത് മൗസിന്റെ ആണ്. പക്ഷെ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ എപ്പോഴും സ്റ്റൈലസ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഐ അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ്. നമുക്ക് ഇതിൽ ജസ്റ്റ് വരച്ച് നോക്കാം. അതിനു മുമ്പ് ഈ പറയുന്ന ഷോർട്ട് കട്ട്സ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ സ്റ്റൈലസ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ സ്റ്റൈലസിന്റെ ഷോർട്ട് കട്ട്സ് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് സ്റ്റൈലസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ആദ്യം നമുക്ക് സൂം ഇൻ സൂം ഔട്ട് നോക്കാം. അപ്പൊ അതിൽ പറയുന്ന പോലെ തന്നെ ഓൾട്ട് പ്ലസ് സ്പേസ് അമർത്തിക്കൊണ്ട് ഞാൻ ഓൾട്ട് സ്പേസ് അമർത്തിക്കൊണ്ട് സ്റ്റൈലസ് യൂസ് ചെയ്തിട്ട് അപ്പ് ആൻഡ് ഡൗൺ ഞാൻ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻവാസിനെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തത് പാൻ ചെയ്യുന്നതാണ്. പാൻ ചെയ്യാൻ വേണ്ടി സ്റ്റൈലസ് യൂസ് ചെയ്യുമ്പോൾ സ്പേസ് അമർത്തിക്കൊണ്ട് നമുക്ക് സ്റ്റൈലസ് യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ പാൻ ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിലും പാൻ ചെയ്യാം. മൂന്നാമത്തെ റൊട്ടേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ആണ് പറയുന്നത്. ഷിഫ്റ്റ് പ്ലസ് സ്പേസ് അമർത്തിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മൗസ് യൂസ് ചെയ്തിട്ട് നോക്കാം. സെയിം സ്റ്റെപ്പ്. ആദ്യം നമുക്ക് സൂം ഇൻ സൂം ഔട്ട് നോക്കാം. സൂം ഇൻ സൂം ഔട്ട് മൗസ് യൂസ് ചെയ്തിട്ട് സ്ക്രോൾ ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതേ സ്ക്രോൾ ബട്ടൺ യൂസ് ചെയ്തിട്ട് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്താൽ നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാം. ഇനി പാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാൻ ചെയ്യുന്നത് സ്പേസ് അമർത്തിക്കൊണ്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പാൻ ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് റൊട്ടേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് ഞാൻ സ്ക്രോൾ ബട്ടൺ അപ്പ് ആൻഡ് ഡൗൺ മോഷനിലേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഇത്രയോളം യൂസ് ചെയ്ത് വെച്ചിട്ട് വലിയ കുഴപ്പമില്ല. രണ്ട് ഷോർട്ട് കട്ടുകളും നേരത്തെ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനി യൂസ് ചെയ്ത് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് വരുമ്പോൾ കുഴപ്പമില്ലാതെ നമുക്ക് ഒന്ന് റെഡി ആയിട്ട് വരും, ഫ്ലെക്സിബിൾ ആയിട്ട് വരും. ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 1 2 3 4 5 ഞാൻ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അൺഡ്യൂ റെഡ്യൂ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ കൺട്രോൾ സെഡ് അമർത്തുമ്പോൾ അൺഡ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ റെഡ്യൂ ചെയ്യുമ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് സെഡ് ആണ് ഷോർട്ട് കട്ട്. ഓക്കെ, അപ്പോ ഈ ഒരു വേർഷനിൽ എനിക്കൊരു പോരായ്മയായിട്ട് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ വേർഷൻ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയും ഷോർട്ട് കട്ട്സ് വേണം. അതായത് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ മോണിറ്റർ ടാബ് ഒക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്, അതായത് ഗ്രാഫിക് ടാബ്ലറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഒരുപാട് ഷോർട്ട് കീസ് ടാബ്ലറ്റിൽ തന്നെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രഷിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഇപ്പം നമ്മൾ മാനുവൽ ആയിട്ട് വന്നിട്ട് ഇവിടെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും വേണം. അതിന് പകരം നമുക്ക് ഷോർട്ട് കീസ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഗ്രാഫിക് ടാബ്ലറ്റ് ആണെങ്കിൽ. പിന്നെ അൺഡ്യൂ റെഡ്യൂ നമുക്ക് ഗ്രാഫിക് ടാബ്ലറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ നോക്കിയിരുന്നു. പിന്നെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യുന്ന ഷോർട്ട് കട്ട് കാര്യങ്ങളൊന്നും ഗ്രാഫിക് ടാബ്ലറ്റ് എടുക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ചുകൂടി അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരും എന്ന് തോന്നുന്നു.
നമുക്ക് ഇതിലൊരു ഡ്രോയിങ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് എക്സ്പീരിയൻസ് നമുക്ക് ഡ്രോയിങ് ചെയ്ത് നോക്കാം. ഈ ഡ്രോയിങ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഇതിന്റെ കുറച്ച് അഡ്വാൻറ്റേജ് കൂടി ഞാൻ പറഞ്ഞു പോവാണ്. ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവാണ്. അതോടുകൂടി നമുക്ക് ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ചിത്രം വരയ്ക്കുകയാണ്. നമുക്ക് എത്രത്തോളം എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് വരയ്ക്കുന്നത്. ഇതിൽ ജസ്റ്റ് ഒന്ന് ഒരു പിക്ക് വരച്ച് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഡ്രോ ചെയ്യണതാണ്. എനിക്ക് മെയിനായിട്ട് തോന്നിയൊരു ബെറ്റർ ഫീച്ചർ എന്ന് വെച്ചാൽ വലിയ സ്ക്രീൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നല്ല രസത്തിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അതാണ് എനിക്ക് കുറച്ച് നല്ലൊരു വലിയ സ്ക്രീനിൽ ഇപ്പോൾ നമുക്ക് പി സിയിലേക്ക് വരുമ്പോൾ നോർമലി നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു രസത്തിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അതാണ് എനിക്ക് ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് നോക്കാം. പ്രഷർ സെൻസിറ്റിവിറ്റി സപ്പോർട്ട് ചെയ്യും, അതൊരു വലിയൊരു കാര്യമാണ്. പ്രഷർ സെൻസിറ്റിവിറ്റി സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതെനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. കാരണം പ്രഷർ സെൻസിറ്റിവിറ്റി സപ്പോർട്ട് ചെയ്തിട്ട് ഇല്ലെങ്കിൽ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ പി സി അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് മറ്റുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത്ര കാര്യങ്ങൾ എനിക്ക് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ജസ്റ്റ് റഫായിട്ട് വരച്ചാണ്ടോ എനിക്ക് എങ്ങനെ ആ ഒരു ഫീല് ആ ഒരു വർക്ക് ഫ്ലോ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയതാണ്. അതായത് റഫായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫൈനായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പുതിയ ലെയർ ഇട്ടിട്ട് ആ ഈ ലെയറിൻ്റെ ഒരു കപ്പാസിറ്റി കുറയ്ക്കുകയാണ് ഞാൻ. ഫൈനായിട്ട് ജസ്റ്റ് ഒരൊറ്റ സിംഗിൾ ലൈനായിട്ട് വരച്ചു നോക്കാം. ഞാൻ നമ്മൾ സിംഗിൾ ലൈനായിട്ട് വരച്ചെടുക്കാം കേട്ടോ. സ്റ്റെബിലൈസർ ഓൺ ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്, നേരത്തെ വരച്ച പോലെ അല്ല. ഡിഫറൻസ് എനിക്ക് മനസ്സിലാവും. ആ ഒരു ഓപ്ഷൻ്റെ നമ്മൾ അങ്ങനെ ഓൺ ചെയ്തിട്ട് വരയ്ക്കുന്നതിൻ്റെ ഡിഫറൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കെച്ചാണിത്. വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, അതിനൊരു ഭാഗത്തുനിന്ന് വര തുടങ്ങിയിട്ട് പിന്നെ ആ ഒരു ലൈൻ ഡ്രോപ്പ് ചെയ്യുന്നത് അത് തീരുമ്പോഴാണ്. അപ്പൊ നമുക്ക് പരമാവധി ഒരു വൈബ്രേഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മൾ വരയ്ക്കുന്നതിൽ. പിന്നെ ഒരിക്കലും ഒരേ ഓർഡറിലായിരിക്കില്ല ആ പ്രാവിന്റെ ചിറകുകൾ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഡിഫറൻസ് അതിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കി. നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറെ ഷോർട്ട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. ഏകദേശം 1200 രൂപയോളം വരുന്നുണ്ട്. നമുക്ക് എനിക്ക് വർക്ക് ഫ്ലോ കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സ് അവർ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടും. നമുക്ക് പക്ക ഒരു സെയിം ഫീൽ എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ കുറച്ച് ഡിഫറെന്റ് എന്ന് പറയുന്നത് വലിയൊരു സ്ക്രീൻ ആയതുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്രഷർ സെൻസിറ്റിവിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വലിയ സ്ക്രീനാണ്. ഇനിയും പുതിയ പുതിയ ഓപ്ഷൻസ് കൊണ്ടുവരും. ഇപ്പൊ അവര് ക്യാൻവാസിന്റെ സൈസ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കൂട്ടി. അപ്പോൾ മൊബൈലിന്റെ സെയിം ഇന്റർഫേസ് ആണെങ്കിൽ പോലും അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഫീൽ എന്താണെന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോസ് IbisPaint-നെ കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.